Start. 0 auf 100 in 2 Sekunden. Los geht's! Schumacher. ഇടത്തരക്കാരന്റെ സഹയാത്രികൻ എന്ന പരിവേഷങ്ങളിൽ നിന്ന് കാഴ്ചയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളപ്പെട്ട സ്കൂട്ടറുകളും 70കളിലും 80കളിലുമെല്ലാം രാജപ്രൗഢിയോടെ ക്യാമ്പസുകളെ ഹരംകൊള്ളിച്ച രാജദൂതും എസ്.ഡിയും അണിനിരത്തിയാണ് വിന്റേജ് റോഡീസ് എന്ന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഒരു പറ്റം യുവാക്കൾ ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്ന ഇരുചക്രവാഹനങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചത്. തൃശൂർ തോപ്പ് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച പ്രദർശനം കാണാൻ കാഴ്ചക്കാരുടെ കുറവുണ്ടായിരുന്നെങ്കിലും തലകുനിക്കാതെ ലാംബിയും ലാംബർട്ടയും രാജദൂതും എസ്.ഡിയും അടങ്ങുന്ന പഴയ സഹയാത്രികർ നിരന്നുനിന്നു. പുതിയ കാലത്ത് പൂമുഖത്തിന് അലങ്കാരമാകാൻ വിദേശങ്ങളിൽ നിന്ന് പോലും ഇരുചക്രവാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഘട്ടത്തിലാണ് പഴയ സഹയാത്രികരെ കണ്ടെത്തി കുറേയേറെ മിനുക്കുപണികൾ നടത്തി ഒരു കൂട്ടം യുവാക്കൾ ഈ പ്രദർശനമൊരുക്കിയത്. വീട്ടുമുറ്റത്തു നിന്നും പറമ്പിന്റെ ഒരു മൂലയിലേക്ക് വലിച്ചെറിയപ്പെട്ട രാജദൂതും എസ്.ഡിയും ബജാജ് സ്കൂട്ടറുമെല്ലാം ഇപ്പോഴും ഒരു കാലഘട്ടത്തിന്റെ കഥ പറയുന്നുണ്ട്. സൗന്ദര്യക്കുറവിനൊപ്പം ഉപയോഗിക്കുന്നവരുടെ പോക്കറ്റ് കാലിയാക്കാൻ തുടങ്ങിയതോടെയാണ് പഴയ സഹയാത്രികർ പലർക്കും അന്യരായി തീർന്നത്. കൂടാതെ കാലപ്പഴക്കം മൂലമുള്ള ബലഹീനതകൾ തളർത്തുകയും ചെയ്തു. ആ ബലഹീനതകൾക്ക് മരുന്ന് തേടിപ്പോയവർക്ക് പലപ്പോഴും വർക്ക്ഷോപ്പുകളിൽ നിന്ന് നിരാശരായി മടങ്ങേണ്ടതായും വന്നു. ഇടത്തരക്കാരൻ്റെ സ്വപ്നവാഹനങ്ങളിൽ നിന്ന് സ്കൂട്ടറുകളുടെ പേര് മാഞ്ഞിട്ട് വർഷങ്ങളായി. നഗരത്തിലെന്നല്ല ഗ്രാമങ്ങളിൽ പോലും വിരലിലെണ്ണാവുന്ന സ്കൂട്ടറുകൾ മാത്രമേ ഇന്ന് കാണുന്നുള്ളൂ. വിസ്മൃതിയിലേക്ക് കടന്നുപോയ ആ സ്കൂട്ടറുകളിൽ ചിലതാണ് കടുത്ത നിറം വാരിപ്പൂശി സൗന്ദര്യവതികളായി പച്ചപ്പുൽ മൈതാനിയിൽ നിരന്നുനിന്നത്. വിൻറ്റേജ് റോഡീസിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഞങ്ങളിവിടെ രൂപീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിരത്തിലില്ലാത്ത വാഹനങ്ങൾ ഞങ്ങൾ നല്ല രീതിയിൽ ഓൾട്ടർ ചെയ്ത് നല്ല വൃത്തിയിലും ഇറക്കിയിരിക്കുന്നത്. ആദ്യമായി ഏറ്റവും പഴക്കമേറിയ വണ്ടിയാണ് ലാംബർട്ട. 1960 ഈ വണ്ടി ഇറക്കിയിരിക്കുന്നത്. ഇതിനിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു 2 ലക്ഷത്തിൻ്റെ മുകളിൽ റേറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ 2.5 ലക്ഷം വരെ എത്തി പുറം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാണ് കൂടുതൽ ചെയ്യുന്നത്. ലാംബർട്ടയാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. ഇപ്പോൾ നാട്ടിലുള്ള ലാംബർട്ടയാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത്. ലാംബി 150. ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ നാട്ടിൽ ലാംബി കണ്ടുവരുന്നുണ്ട്. 1, 2, 3 ലാംബിയാണ് കൂടുതൽ കണ്ടുവരുന്നത്. ചേതക്ക്, രാജദൂത്, എസ്.ഡി 250 ക്ലാസിക്, പിന്നെ വരുന്ന എൻഫീൽഡിൻ്റെ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞ വണ്ടിയാണ്. തൃശ്ശൂർ കേരള നിരത്തിൽ ആകെ 1, 2 എക്സ്പ്ലോററാണ് ഓടിക്കാവുന്ന രീതിയിലുള്ള വണ്ടികളുള്ളൂ. പിന്നെ മീൻ ഗേറ്റ് എന്ന് പറയുന്ന M80 ആണ് പിന്നെ തൃശ്ശൂരുള്ളത്. ഓൾട്ടർ ചെയ്ത വണ്ടി കാണാം. ചാനലുകളിൽ ചിലപ്പോഴെങ്കിലും പ്രദർശിപ്പിക്കപ്പെടുന്ന 70കളിലെയും 80കളിലെയും ക്യാമ്പസ് കഥ പറയുന്ന സിനിമകളിൽ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നവരായിരുന്നു രാജദൂതും എസ്.ഡിയും. നായകനെയോ പ്രതിനായകനെയോ വഹിച്ച് അല്ലെങ്കിൽ പാട്ടു സീനുകളിൽ നായകനെ കെട്ടിപ്പുണർന്നിരിക്കുന്ന നായികയെയും പേറി തീവ്ര പ്രണയത്തിൻ്റെ ഭാരം മുഴുവൻ ചുമലിലേറ്റി രാജപ്രൗഢിയോടെ ശബ്ദമുണ്ടാക്കി കടന്നുപോയവർ. ആ പ്രൗഢിക്ക് കുറവൊന്നും വരുത്താതെയാണ് പലരും ഇന്നും രാജദൂതും എസ്.ഡിയും കൊണ്ടു നടക്കുന്നത്. നിരത്തുകളിൽ നിന്നും അപ്രത്യക്ഷമാകുന്നത് ചരിത്രത്തിലേക്കാണ് എന്ന ഗമ കാഴ്ചയിലും ഒരുക്കിക്കൊടുത്താണ് പഴമയുടെ സൗന്ദര്യം ആസ്വദിക്കുന്ന പുതിയ തലമുറ പ്രദർശനം സംഘടിപ്പിച്ചത്. 0 auf 100 in 2 Sekunden. Los geht's! Schumacher.